ഹലോ മോളെ, പറയടി, എന്തുണ്ട് വിശേഷങ്ങള്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾ ക്രിസ്മസ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നില്ലേ മോളെ? എന്തൊരു സന്തോഷം! എൻ്റെ മക്കള് കുറേ നാളും കൂടെ കൂടിയാ വരുന്നത്. നീ എന്നെ കൊച്ചേ, നീ ഇങ്ങോട്ടൊന്ന് വന്നേടി. എന്താ അമ്മച്ചി രാവിലെ സന്തോഷം? എൻ്റെ മക്കള് കുറേ നാളും കൂടെ കൂടിയാണ് വിദേശത്തു നിന്ന് വരുന്നത്. അതിൻ്റെ സന്തോഷം. നീ പോയി ചന്തയിൽ പോയി താറാവും കരിമീനും ചെമ്മീനും വാങ്ങിച്ചോണ്ട് പോവാ. അവർക്ക് ഒന്നിനും ഒരു കുറവും വരല്ല. വേഗം തന്നെ ഓട്ടോ വിളിച്ചു പോവും. നീ അവിടെ ഇവിടെ വർത്താനം പറഞ്ഞ് നിൽക്കല്ലേ, വേഗം വരണം. ഞാൻ ആരോട് വർത്താനം പറയാനാ അമ്മച്ചി? എന്റെ അമ്മച്ചിയുടെ കാര്യം ചോദിക്കുവാനല്ലേ ഓരോരുത്തരെ പിടിച്ചു നിൽക്കുന്നത്. ഞാൻ എന്ത് നന്മ ചെയ്തിട്ടാലേ? ഞാൻ അമ്മച്ചി ഞാൻ ഡേക്ക് വന്നോളാം. എന്നാ ശരി, ഓക്കെ. എന്തുവാടി നിനക്ക് ഇത്ര വലിയ സന്തോഷം? നീ എൻ്റെ മക്കളെ വിദേശത്തുനിന്ന് വരുന്നുണ്ട്, മിനിമോളും ലവ്ലി മോളും. അതിൻ്റെ സന്തോഷമായി എനിക്കുള്ളത്. ഓ, മക്കൾ വരുമോടി? കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമോ അതോ അവർ തന്നെയാണോ ഓടി വരുന്നത്? അതൊക്കെ ഒരു സർപ്രൈസ് ആയി. അതൊക്കെ ഇരിക്കട്ടെ. അടുത്ത ആഴ്ച അന്നപ്പച്ചെങ്ങ് പോകുമല്ലേടി? അവൾ പോയാൽ പിന്നെ നിനക്ക് ആരുണ്ടടി ഒരു കൂട്ടിന്? അതിനല്ലേ വിദേശത്തുനിന്ന് അവർ വരുന്നത്. ഞാൻ അവരോട് അങ്ങ് പോകും. അതൊക്കെ ശരി. നീ ഓസ്ട്രേലിയക്കാണോ അതോ അമേരിക്കക്കാണോ ഓടി പോകുന്നത്? അത് അവര് പറയട്ടെ, എന്നിട്ടേ ഞാൻ തീരുമാനിക്കൂ. ഇതൊക്കെ പറഞ്ഞാലും അന്നക്കൊച്ച് നിനക്ക് നല്ലൊരു കൂട്ടായിരുന്നു അല്ലോടി. അവൾ പോയാൽ പിന്നെ നീ എന്ത് ചെയ്യുമടി? അത് അവള് എൻ്റെ കൂടെ കൂടിയിട്ട് 10 വർഷമായി. അവൾക്കും വേണ്ട ഒരു ഭാവി ജീവിതം. അതിന് ഞാനൊരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് അവളെ വിവാഹം കഴിച്ചു കൊടുക്കും. അവളെ സുഖമായിട്ട് അവൾ ജീവിക്കട്ടെ. നിന്നെ പോലെ ഇത്ര നല്ല മനസ്സുള്ള ഒരാളെ ഈ കാലത്ത് കണ്ടു കിട്ടുമോടി? അതെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം. അതിൽ പരം സന്തോഷം നമുക്ക് എന്താണുള്ളത്? എടി ത്രേസ്യാമ്മേ, നിന്റെ അടുത്ത് വന്ന് കുറച്ച് സമയം ഇരിക്കുമ്പോഴാണ് എനിക്കും സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമടി? എന്നാ നീ കുറിച്ചിട്ട് രണ്ടുപേരും കൂടി പരദൂഷണം പറ. നീ എന്നാണ് പറയുന്നത്? പരദൂഷണം പറയാൻ? അമ്മച്ചി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അമ്മച്ചി എന്റെ ദൈവമല്ലേ. അമ്മച്ചി ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന്. എന്നാ ശരി, മോള് പോയി എല്ലാം വേഗം വെക്ക്. എൻ്റെ മിനിമോൾക്ക് താറാവ് മോപ്പസ് ഭയങ്കര ഇഷ്ടമാണ്. വേഗം പോയി അവൾ വരുന്നതിന് മുമ്പ് അത് ശരിയാക്കിക്ക്. എന്റെ ടീച്ചറമ്മേ, അതെല്ലാം റെഡിയാ. എന്നാ ശരി, മോള് പോയി. എന്നാ ഞാൻ പോകട്ടേടി. ഇനി എന്റെ അന്നക്കുച്ചിന്റെ അടുത്ത് എത്ര നാളൊന്നിരിക്കാനാണ്? എന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് ഞാൻ ഇനി എത്ര നേരം ഒന്ന് ഇരിക്കാൻ പറ്റും? എടി, അന്നക്കൊച്ച് ഇപ്പൊ വരും. അതെ, അവള് പോയാൽ അവൾക്കും വേണ്ട ഒരു നല്ല ജീവിതം. എന്നാ ത്രേസ്യാമ്മേ, നമുക്ക് എവിടെയും വെച്ച് നമുക്ക് കണ്ടുമുട്ടാടി. ശരി ത്രേസ്യാമ്മേ, ഞാനെന്നാ പോകട്ടെ. എന്നാ ശരി മോളെ പെണ്ണമ്മേ. ദൈവം എവിടെ വെച്ചെങ്കിലും നമുക്ക് കണ്ടുമുട്ടാം. ശരി. എൻ്റെ മക്കളെ വന്നല്ലോ. എന്നെ ചന്തയില്ല. തുറന്നാനൊന്നും കൊടുക്കുന്നില്ലേ? ഇല്ല അമ്മച്ചി, അവരാരും വന്നില്ല. അവർക്കൊന്നും ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ ആൾക്കാരെ ഈ നാടൊന്നും ഇഷ്ടമല്ല. അല്ലാതെ അവർ വന്നിട്ടില്ല. എന്നാൽ നിങ്ങൾ പോകുമ്പോൾ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ പോരുന്നു. പെണ്ണമ്മ 2-3 ദിവസം കഴിയുമ്പോൾ അവൻ വരും, അവളെ കൊണ്ടുപോകും.
അപ്പൊ ഞാൻ തനിച്ചാവും. അപ്പൊ എനിക്കൊരു മറ്റോ സഹായമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ കൂടെ ഞാനും അങ്ങ് വരുവാ. ശരി അമ്മച്ചി, നീ അമ്മച്ചി പോയി റെസ്റ്റ് എടുക്കും. ഞങ്ങൾ സംസാരിക്കും. ഞാനേ അമ്മച്ചിയെ എനിക്ക് അമ്മച്ചിയെ കൊണ്ടുപോകാൻ പറ്റില്ല. നിനക്ക് പറ്റും കൊണ്ടുപോകാൻ? ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടേതായ ഒരു ലൈഫ് സ്റ്റൈലുണ്ട്, അത് അമ്മച്ചിക്ക് പറ്റത്തുമില്ല. ചേച്ചി എന്തോ ഈ പറയുന്നത്? നമ്മൾ അവിടെ വെച്ച് സംസാരിച്ചതല്ലേ. എനിക്ക് അമ്മച്ചിയെ നോക്കാനും ചുമ്മാനും ഒന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. അമ്മച്ചിയോട് എന്ത് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകും? അമ്മച്ചി നമ്മുടെ കൂടെ വരുമോ? നമുക്ക് അമ്മച്ചിയെ ടൂർ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകാം. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ അമ്മച്ചി അവിടെ ആക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് നമുക്കങ്ങ് പോകാം. എന്റെ മക്കളെ, നിങ്ങൾ വന്നിട്ട് എത്ര നേരമായി? നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? നിങ്ങൾ ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. ശരിയാണ് ശിവല. അതെ, എന്നെ കുറിച്ച് ഒരു കാര്യം, നീ ഇന്ന് തന്നെ പൊക്കോണം നിന്റെ ഭർത്താവിന്റെ കൂടെ. ഞങ്ങള് അമ്മച്ചിയും കൂടെ നാളെ രാവിലെ ടൂറിന് പോവാം. അപ്പൊ നീ ഇന്ന് തന്നെ പൊക്കോ കേട്ടോ. അമ്മച്ചി, ഈ ചേച്ചി പറയുന്നത് കേട്ടോ? നാളെ എൻ്റെ ഇച്ചായനെ കൊണ്ടുപോകാനായിട്ട് വരും. അപ്പൊ ഞാൻ നാളെ ഇച്ചായൻ്റെ കൂടെ പോകണം. ഇന്നുകൂടി ഞാനിവിടെ നിൽക്കട്ടെ എന്ന് ചേച്ചിയോട് പറയാം. മോളെ, നീ ഇവിടെ നിൽക്ക. നീ വിഷമിക്കണ്ട. നാളെ ഞങ്ങൾ പോകുമ്പോ ഞങ്ങളുടെ കൂടെ നീയും പൊക്കോ. ക്രിസ്തുമസ് ആഘോഷിക്കാൻ. അതിലെനിക്ക് സന്തോഷവും. ദൈവത്തിന് സ്തോത്രം. അവര് ടൂറ് പോകാനാന്ന് പറഞ്ഞ് എന്നെ ഇവിടേക്കാണ് കൊണ്ടുവന്നത്. അമ്മച്ചി അറിയുമോ? അറിയാതെ അമ്മച്ചിയുടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും വരാറുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുകയും അമ്മച്ചി അതിലേതായാലും സന്തോഷമുണ്ട്. അമ്മച്ചി അറിയുമായിരിക്കും. മേഡം സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു. കിച്ചണിക്ക് എന്താണ് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇവര് ടൂറ് പോകാനാന്ന് പറഞ്ഞ് എന്നെ ഇവിടേക്കാണ് കൊണ്ടുവന്നത്. അതിരിക്കട്ടെ, അമ്മച്ചിയെ ഞങ്ങൾ ഇവിടെ ആക്കാൻ വന്നതാണ്. ഞങ്ങൾക്ക് സന്തോഷമായി. അമ്മച്ചി അറിയുന്ന ആളുണ്ടല്ലോ ഇവിടെ. അമ്മച്ചിയുടെ അഹങ്കാരം കൊണ്ടാണ് ആ വേലക്കാരി സർവന്റിനെ കല്യാണം കഴിച്ചു വിട്ടത്. അല്ലെങ്കിൽ അമ്മച്ചിയെ നോക്കി അവളിവിടെ നിന്നോണ്ടേനെ. അപ്പൊ അമ്മച്ചി അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഞങ്ങളുടെ സ്റ്റാറ്റസിനൊന്നും അമ്മച്ചി പറ്റില്ല. എന്നെ പെൺപിള്ളെ മര്യാദ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മട്ടുണ്ടോ? ഞങ്ങൾക്ക് തന്തയുണ്ട്, തള്ളയുണ്ട്. ഇത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങളുടെ ചെറുപ്പത്തിലെ മരിച്ചു പോയെന്ന് ഞങ്ങളോട് അമ്മച്ചി പറഞ്ഞേക്കുന്നത്. അല്ല മേഡം ഒന്നും പറയണ്ട. ഈ ടീച്ചറമ്മ കല്യാണവും കഴിച്ചിട്ടില്ല. നിങ്ങൾ രണ്ടു
മക്കളെ. ഹലോ, ആരാ? അന്നപ്പച്ചാണോ? എന്തുണ്ട് മോളെ? ഞാൻ എൻ്റെ മോളെ ഒരു ടൂറിന് ആണെന്ന് എന്നെ സ്നേഹസന്നദ്ധത്തിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഞങ്ങളോട് അമ്മച്ചി ക്ഷമിക്ക്, ഞങ്ങൾ കൊണ്ടുപോക്കോളാം അമ്മച്ചിയെ. അമ്മച്ചി ആർക്കൂടെ പോകണ്ട, ഞങ്ങൾ കൊണ്ടുപോക്കോളാം. അമ്മച്ചി എവിടെയും വരുന്നില്ല, അമ്മച്ചി ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. അമ്മച്ചി, സാരമില്ല മക്കളെ. അമ്മച്ചീനെ ഞാൻ കൊണ്ടുപോകണം. അമ്മച്ചി എൻ്റെ കൂടെ വരട്ടെ. എൻ്റെ ഇച്ഛായൻ എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ രണ്ട് മക്കളുള്ളപ്പോൾ ഞാൻ അമ്മച്ചിയോട് എങ്ങനെയാണെന്ന് പറയും. അമ്മച്ചി എൻ്റെ കൂടെ വരട്ടെ. അമ്മച്ചി ഞങ്ങളെ അമ്മച്ചിയുടെ വാ അമ്മച്ചി. അമ്മച്ചി ഒരിക്കലും വിശേഷിക്കില്ല. സാരമില്ല മക്കളെ. മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് മക്കൾക്ക് അതൊരു ഭാരമാണ്. നിങ്ങൾ പോയി സുഖമായിട്ട് ജീവിക്കുക. ശരി അമ്മച്ചി, ഞങ്ങളോട് പറഞ്ഞ അമ്മച്ചി ഞങ്ങൾ ഇനി ഒരിക്കലും അമ്മച്ചി ഉപേക്ഷിക്കില്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ് ഇവളും. ഇവളെ എന്നെ നോക്കിക്കോളും. ഇവൾക്ക് ഭാരമാകുമ്പോൾ ഇവളെന്നെ ഇവിടെ കൊണ്ടാക്കിക്കോളും. ഞങ്ങൾ അമ്മച്ചിയെ കൊണ്ടുപോകണം. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരണം. സാരമില്ല മക്കളെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും സുഖത്തോടും കൂടി ജീവിക്കുക. അത് കേട്ടാൽ മതി എനിക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വാർദ്ധക്യം ഒരു ശാപമല്ല, ഭൂമിയിൽ പിറന്ന എല്ലാവരെയും അത് തേടിയെത്തും. എന്നാൽ പുതിയ കാലത്തെ മനുഷ്യർ അത് ബോധപൂർവം വിസ്മരിക്കുന്നു. അതിന്റെ തെളിവുകളാണ് ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങളും അവിടെ ശരണാർത്ഥികളായിരുന്നവരുടെ എണ്ണത്തിലെ വർധനയും. ഇപ്പോൾ അഭിമാനിക്കുന്ന യുവത്വം ഏറെക്കാലം നിലനിൽക്കില്ല എന്ന യാഥാർത്ഥ്യബോധം സ്വന്തം മാതാപിതാക്കൾക്ക് കനിവിന്റെ തണലേകാൻ രക്ഷിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ഉൾപ്രേരണയാകട്ടെ.